ഹലോ ഗായ്സ്, ഞാൻ സിയാ മുസാഫറാണ്. നമ്മളെ ബെല്ലി മുൾസൈനില്ലേ, ആ കാറ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇത് എറണാകുളത്ത്. ഞങ്ങളൊരു എറണാകുളത്ത് നിന്ന് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോവാണ്. അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏഴുപുന്ന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഈ കാണുന്നത് ചെമ്മീൻ, എന്താ പറയാ, ചെമ്മീൻ സ്പോട്ടാണ്. ചെമ്മീനൊക്കെ വളർത്തുന്ന ആ, കെട്ടുകളാണത്. അതിൽ വൺ സൈഡ് റൈറ്റ് സൈഡ് ഉള്ളത് ചെമ്മീനൊക്കെ എടുത്തതിന് ശേഷം ഫ്രീ ആയിട്ട് ഇരിക്കുന്നതും, ലെഫ്റ്റ് സൈഡ് ഉള്ളത് നമ്മുടെ നാട്ടിലത്തെ പാടം പോലെ തന്നെയാണ്. ഇവിടെ കൂടുതലായിട്ട് ചെമ്മീൻ കൃഷിയാണ്. അതിന്റെ ഇടയിൽ കണ്ടു വാഴയുടെ ഒരു കടയൊക്കെ കണ്ടു, വാഴ കഫയൊക്കെ കണ്ടു. പക്ഷെ അത് നിർത്തിയില്ല, നമ്മൾ അതിലിങ്ങനെ പോയി. ഞങ്ങൾക്ക് ഇവിടെ ഒരു മെഷർമെന്റ് എടുക്കാണ്ടായിരുന്നു. ഒരു വീട്ടിൽ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ആ വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്ത് പോവാണ്. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഇന്നത്തെ ദിവസം കിട്ടില്ല. ഹോട്ടലുകളൊക്കെ ഗ്യാസിനെതിരായിട്ടുള്ള അവധിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം സ്പോട്ട് കണ്ടുപിടിച്ചു, ഏഴുപുന്ന പാലസ്. ആ പാലസിലേക്കുള്ള യാത്രയിലാണത്. പാലസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കൊട്ടാരം തന്നെ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഫീൽ ഉള്ള ഒരു വീട് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് ഹോമിലി ചെയ്ത് തരും. അവിടെ ഫുഡ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിർത്തി സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവിടെ മീൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്പോട്ട് വണ്ടി നിർത്തി ഇറങ്ങി. നല്ല ലക്ഷറി ആണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ചിത്രപ്പണികളും കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റമാണെങ്കിലും നല്ലതാണ്. പക്ഷെ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും റെസ്റ്റോറന്റ് മാത്രമല്ല, ഇതൊരു ബാറും കൂടിയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം നമുക്ക് ഇന്ന ദിവസം ഹോട്ടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബാറിൽ നിന്ന് കിട്ടിയത്. ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇതാ, ഏഴുപുന്ന പാലസ് ഇന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഊണ് അവിടുന്ന് ഓർഡർ ചെയ്തു. നല്ല മീൽസ്, മട്ടരിച്ചോറും അതുപോലെ തന്നെ നാല് കൂട്ടം കറികളൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് ആണിത്. അപ്പൊ നമ്മളെ ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ കൈയൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ നേരെ പുറത്തിറങ്ങി. അതിന്റെ എൻട്രി ഇവിടെയാണ്. അവിടെ താമസ സൗകര്യം ഒക്കെ ഉണ്ട് തോന്നുന്നു. ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ ഒരു ആന്റിക് രീതിയിലുള്ള ട്രഡീഷണൽ ലുക്കിൽ ഫുൾ, എന്താ പറയാ, ഇന്റീരിയൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. ഇവിടെ പഴയ കുറെ കാര്യങ്ങൾ കാണാം, പഴയ ഫോണ് കാണാം, അതുപോലെ തന്നെ കുറെ ബുക്സുകൾ കാണാം. അത് മാത്രമല്ല, നമുക്ക് മറ്റേ പാട്ട് കേൾക്കുന്ന ആ ഒരു സംഭവമൊക്കെ കാണാം ഇവിടെ. പിന്നെ ഇതാണ് ഇതിന്റെ റിസപ്ഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി യാത്ര ചെയ്യുകയാണ്. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ നമ്മളൊരു ഹോംലി ഫീലാണ് കിട്ടിയത്. കേരക്കറിയും സാധാ ചോറും പിന്നെ അതിനുള്ള നാല് കൂട്ട കറിയും ഒക്കെ കൂടിയിട്ട് ആകെ ഒരാൾക്കായത് 150 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വഴി പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഏഴുപുന്ന റെസ്റ്റോറന്റ്. അവിടെ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ഇടുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ നോക്കുക. ബാറിൽ പോയത് കമന്റ് ഇടരുതേ, ഭക്ഷണം കഴിച്ചാൽ മാത്രം. അപ്പം